ഈ ഷോപ്പിൻ്റെ വാതിക്കൽ കൂടി ഞാൻ എപ്പോഴൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തൊന്ന് കയറി വണ്ടിയൊക്കെ ഒന്ന് അടുത്ത് കാണണമെന്ന്. ഇന്നലെ അവിടെ നിന്ന് ആൾക്കാരോട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും വണ്ടി അകത്ത് കയറി കണ്ടു. കയറിയത് എന്തായാലും ഒന്നൊന്നര വെറുത്തായിരുന്നു കേട്ടോ. ഈ കിടക്കുന്ന മുതലെന്ന് പറയുന്നത് നമ്മുടെ മെഴ്സിഡീസിൻ്റെ F124 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടി ഇന്ത്യയിൽ തന്നെ ആകെ ഒറ്റ ഒരെണ്ണം ഉള്ളൂ, അതാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടി അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. നമ്മുടെ BMW E34 എന്ന് പറഞ്ഞ പഴയ ഒരു മോഡലാണ് ഈ കിടക്കുന്നത്. രണ്ട് വണ്ടിയുടെയും രജിസ്ട്രേഷൻ നമ്മുടെ കാക്കനാട് RT ഓഫീസാണ്. നമ്മുടെ ഈ കിടക്കുന്ന മെഴ്സിഡീസ് എന്ന് പറയുന്നത് മുമ്പ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ആംബുലൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. എന്നിട്ട് അതിന് ശേഷമാണ് കൊച്ചിയിലുള്ളൊരു മലയാളി സ്വന്തമാക്കിയത്. ഈ വണ്ടി അവർ റീപെയിൻറ്റ് ചെയ്ത് ഇതിൽ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വണ്ടിയുടെ ഏതൊരു ബോഡി പാർട്സിൽ നോക്കിയാലും ഇതൊരിക്കലും ഒരു പഴയ വണ്ടിയാണെന്ന് ആരും പറയില്ല. കാരണം അത്ര ഡീറ്റെയിലിങ്ങിലാണ് ഇവർ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന BMW അടിപൊളി വണ്ടിയാണെങ്കിലും നമുക്ക് കൂടുതൽ നോട്ടം പോകുന്നത് ഈ ഒരു മെഴ്സിഡസ് ബെൻസിലേക്ക് തന്നെയാണ് കേട്ടോ. ഈ വണ്ടിയൊന്നും എന്തായാലും നമുക്കോ സ്വന്തമാക്കാൻ പറ്റില്ല. പക്ഷേ ഇതുള്ളവരെന്തായാലും നല്ലപോലെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന കാണുമ്പോൾ ഏതൊരു വണ്ടി പ്രാന്തനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ BMW മോഡൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ബെൻസ് നമ്മൾ ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഇന്ത്യയിൽ തന്നെ ആകെ ഒരു വണ്ടിയേ ഉള്ളൂ. ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയത്. പക്ഷേ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. നിങ്ങൾ വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർത്തും നിങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നാം. കാരണം ഇത്രയും കാലപ്പഴക്കം ഉണ്ടായിട്ട് ഈ വണ്ടിയൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണേന്. പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് എനിക്ക് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.